ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന ചേച്ചിയുടെ വിശേഷങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് എൻ്റെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ചിന്നുവിനെ ഒടുവിൽ കണ്ടെത്തി. അർച്ചന ആശുപത്രിയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ച് ചികിത്സയൊക്കെ ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അങ്ങനെ ചിന്നുവിനെ പെട്ടെന്ന് തന്നെ മഞ്ജു വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അകത്തേക്ക്. എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട് മഞ്ജു, മോളെ, ഞാനാ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതെന്ന് നീ ആരോടും പറയരുത്. അത് ആൻറ്റിക്ക് വലിയൊരു പ്രശ്നമായി വരും. മോളായിട്ട് എൻ്റെ ജീവിതം തകർക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് ചിന്നു പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, ഞാൻ പറയില്ല എന്നൊക്കെയുള്ള രീതിയിൽ സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അർച്ചന ആകെ ഒരു നെടുവീർപ്പിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു ഒന്ന് ചോദിക്കുന്നുണ്ട്, ചേച്ചി, ചിന്നുവിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അർച്ചനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കുഴപ്പം ഉണ്ടായില്ല എന്നോ? ഇത് പിന്നെ എന്താ സംഭവിച്ചത് മഞ്ജു? നീ ഇതൊന്നും കാണുന്നില്ലേ? ഒരു സമാധാനം ഇല്ലാതെയല്ലേ ഞാൻ ഇത്രയും നേരം നടന്നത്? അവളുടെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളിക്കാതെ ഞാൻ ഇത്രയും കാലം കൊണ്ട് നടന്നത്. ഇപ്പോൾ കൊടും കാട്ടിൽ ഒരു കുഴിക്കകത്ത്, എനിക്കത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കൈയും കാലും വിറയ്ക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഞാൻ അവളെ എങ്ങനെയാണ് നോക്കുന്നത്, വളർത്തുന്നത് എന്നൊക്കെ. എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതെ, ആരും അറിയാതെ അവൾ പോയിക്കണു കുടുംബക്ഷേത്രത്തിൽ തൊഴാനായിട്ട്. അവൾക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ? ഞാൻ അന്ന് തന്നെ പറഞ്ഞതല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം പോവാമെന്ന്. എന്നിട്ട് അവൾക്ക് എന്താ ഇത്ര ധൃതി എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ സമയത്ത് രമ്യ വരുന്നുണ്ട്. രമ്യ പറയുന്നുണ്ട്, ചേച്ചി, എന്തായാലും അവൾക്കൊരു അബദ്ധം പറ്റി, ഇനി വിട്ടേക്ക്, ഇനി അതേ ചൊല്ലി ഒരു തർക്കം വേണ്ട എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ വിട്ട് കളയാൻ പറ്റും രമ്യേ? എനിക്കങ്ങനെ അത് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല എന്ന് അർച്ചന പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ മുകുന്ദൻ പറയുന്നുണ്ട്, അതാണ് ചേച്ചി വേണ്ടത്, നമുക്ക് അങ്ങനെ നിസ്സാരമായി വിടരുത്. ഇവളെ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയതിന് ആ വിജയശങ്കറിനെതിരെയും ആ ചന്ദ്രമതിക്കെതിരെയും കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അവരെ കോടതി കയറ്റണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അനന്തൻ പറയുന്നുണ്ട്, വേണ്ട, അത് നമുക്ക് തന്നെ പാരയായി വരും, കാരണം ചിന്നുവിന് കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതും ശരിയാണ് എന്ന് അർച്ചന പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിസ്സാരമായി തള്ളിക്കളയണമെന്നാണോ ചേച്ചി പറയുന്നത് എന്ന് അനന്ത് ചോദിക്കുന്നുണ്ട്. അതങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഇത് ഞങ്ങൾക്ക് വിട്ടേക്ക്, ഞാനും അനന്തേട്ടനും കൂടെ പോയിട്ട് അതിനുള്ള തിരിച്ചടി ഞങ്ങൾ കൊടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ അതല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അവിടെ എന്തിനാണ് പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്കുള്ള തിരിച്ചടി ഞാൻ കൊടുത്തേക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അനന്തോട് ദേഷ്യം വന്ന് പറയുന്നുണ്ട്, ചേച്ചി ഇതേപോലെ തന്നെയാണ് അന്ന് ആ ചന്ദ്രമതി ചിന്നുമോളെ തല്ലിയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ചേച്ചി എന്താ തിരിച്ചടിച്ചത്? ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഇത് ഞങ്ങളിലേക്ക് വിട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് അർച്ചനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളോട് ഇതിൽ ഇടപെടണ്ട എന്നല്ലേ പറഞ്ഞത്? ആ ചന്ദ്രമതിക്കുള്ളതും ആ വിജയശങ്കറിനുള്ളതും ഞാൻ കൊടുത്തേക്കാം. അവളെ കാണാനായിട്ട് ആശുപത്രിയിൽ വന്നിട്ട് ഞാൻ ഒരു നോക്ക് പോലെ അയാളെ കാണാൻ സമ്മതിച്ചില്ല. നിങ്ങളും കണ്ടതല്ലേ, നാണം കെട്ട് തോറ്റ് തുന്നമ്പാടി അവിടെ നിന്നും മടങ്ങിപ്പോകുന്നത് അവളെ കാണാൻ പറ്റാതെ. അതുപോലെയാണ് അയാൾക്ക് ഞാൻ ശിക്ഷ കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ അയാൾക്കുള്ള മറുപടി ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെറും സാമ്പിൾ മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് അർച്ചന പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ മഞ്ജു മാറി നിന്ന് സന്തോഷിക്കുന്നുണ്ട്. ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടു. ഞാനാണ് ഇതിന് പിന്നിൽ നിന്ന് ഇവിടെ ആരും മനസ്സിലാക്കിയിട്ടില്ല, ഇനി മനസ്സിലാക്കാനും പോകുന്നില്ല എന്നുള്ള രീതിയിൽ സമാധാനിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് മഞ്ജു. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വിജയശങ്കർ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടേക്ക് ആര്യമോൾ വരുന്നുണ്ട്. ആര്യമോൾ വന്ന് പറയുന്നുണ്ട്, അച്ഛാ, ഈ 12-ാം തീയതി എൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ട്, അച്ഛൻ വരണമെന്ന് പറയുന്നുണ്ട്. അതിന് അമ്മ വന്നോളും എന്ന് പറയുന്നുണ്ട്. അച്ഛനല്ലേ എപ്പോഴും വരാറ്, ഇപ്പം എന്താ വരാതിരിക്കുന്നത്? അമ്മ വന്നാൽ പറ്റില്ല, അച്ഛനെ വരുന്നതാണ് എനിക്കൊരു ഗമ എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കന്ന് ഓഫീസിൽ പോകണം, ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് ജൂനിയറിനെ ഏൽപ്പിക്കുക, അച്ഛൻ എന്തായാലും വന്നേ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഇത് ശാഠ്യം പിടിക്കുന്നുണ്ട്. ഇത് കേട്ട് വിജയശങ്കറിന് ആകെ ദേഷ്യമെന്ന് പറയുന്നുണ്ട്. എന്താ നിനക്ക് ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അമ്മ വരുമെന്ന് പറഞ്ഞാൽ നിനക്കെന്താ ഞാൻ തന്നെ വരണം ഇത്ര നിർബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്രമതിയാണ് വരുന്നത്. എന്താ ഇവിടെ പ്രശ്നം? ഞാൻ എല്ലാം കേട്ടു. മോളെ, അച്ഛൻ വന്നോളൂ, നീ അങ്ങോട്ട് പോയിക്കേ, ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആര്യമോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നത്, അങ്ങാടി തോറ്റുന്നേ അമ്മയോട് എന്നുള്ള ചൊല്ലാണ് നിങ്ങളുടെ. ആ അർച്ചനയോട് തോറ്റ് തുന്നമ്പാടി വന്നതിന് ഞങ്ങളോടാണോ കലി തീർക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടി, നീ ഇതേപോലെ പറയാൻ നിൽക്കല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറയാതെ
ആ സമയത്ത് വിജയശങ്കർ പറഞ്ഞു, നീയല്ലേ അവളെ സ്നേഹിക്കാൻ, ചിന്നുവിനെ സ്നേഹിക്കാനായിട്ട് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ, സ്നേഹിക്കാൻ പറഞ്ഞു, അർച്ചനയെ തോൽപ്പിക്കാനായിട്ടാണ് ഞാനത് പറഞ്ഞത്. ആ അർച്ചനയ്ക്കെതിരെ അവളെ തിരിക്കണം, അർച്ചനയും അവളുമായിട്ടുള്ള ബന്ധം നിർത്തണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ പോകുന്ന പോക്ക് കണ്ടാൽ മകളെ സ്നേഹിച്ച് അതിലൂടെ ആ അമ്മയെ സ്നേഹിച്ച് പോവുമെന്നാണ് എൻ്റെ പേടിയെന്ന് പറയുന്നുണ്ട്. ചന്ദ്രമതി, നീ നിർത്ത്, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അവൾ. അവളെ ഒരിക്കലും ഞാൻ ഇനി എൻ്റെ ഒരു ജീവിതത്തിലേക്ക് ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരികയോ ഒരു സൗഹൃദമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളുടെ നാശമാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അവൾക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് തന്നെയാണ് ഞാനും നിൽക്കുന്നത് എന്നൊക്കെ വിജയശങ്കർ പറയുന്നുണ്ട്. ഇത് കേട്ട ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ആവശ്യം. അവൾ ഒറ്റപ്പെടണം. ഞാൻ അതിന് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഓരോ സ്ക്രൂ ആയിട്ട് ഞാൻ കയറ്റിക്കൊണ്ടിരിക്കും അവൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ചിന്നുമോളും അതുപോലെ തന്നെ അർച്ചനയും കൂടി കിടന്നുറങ്ങുന്ന സമയത്ത് ചിന്നുവിനാകെ ആ കാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നെട്ടിത്തെറിച്ച് എണീക്കുന്നുണ്ട് അമ്മയെന്ന് വിളിച്ച്. അങ്ങനെ അവളെ ആശ്വസിപ്പിച്ച അർച്ചന, എന്താ മോളെ, ഇവിടെ ഒരു പ്രശ്നമില്ലത് നമ്മുടെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഒച്ചയും ബഹളം കേട്ട് അനിയന്മാരും ഭാര്യമാരും എല്ലാവരും ആയിട്ട് എണീച്ച് വരുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് പോയി ഭസ്മമൊക്കെ തൊടിയിക്കുന്നുണ്ട്. ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ചിന്നുവിനെ. അങ്ങനെ അർച്ചന അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ചിന്നുമോൾ അടുത്തേക്ക് പോകുന്നുണ്ട്. അമ്മ എന്നോട് എന്താ മിണ്ടാത്തെ, അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം മാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് മോളോട് ദേഷ്യമൊന്നുമില്ല, ദേഷ്യമുണ്ടെന്ന് ആരാ പറഞ്ഞത്, എനിക്ക് സങ്കടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിന് അമ്മ എന്നോട് ക്ഷമിക്കും, ഇനി ഞാൻ ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ വിജയശങ്കർ ആരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് കേസിൻ്റെ കാര്യങ്ങൾ. ഇത് കേട്ട് വരുന്ന ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ആരാ അത്, ചിന്നുമോളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ചിന്നുവല്ല, അവളുടെ അമ്മ അർച്ചന, എന്തേ, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അർച്ചനയാണെന്ന് പറഞ്ഞതും ആകെ ഒന്ന് പതറുന്നുണ്ട് ചന്ദ്രമതി. ഇല്ല, ഞാൻ ചോദിച്ചെന്നേ എന്നുള്ളൂ, ചിന്നുവിനെ ഒന്ന് വിളിക്കുക എന്ന് പറയുന്നുണ്ട്. എന്തിന് ഞാൻ വിളിക്കണം എന്ന് പറയുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിലോ, നമ്മളുടെ മേലെ ആ അർച്ചന എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ പറയുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കാൻ എനിക്ക് നിന്നെയാണ് സംശയം, നിൻ്റെ കൂടെയാണ് അവൾ ആ കൊടുങ്കാട്ടിലേക്ക് വിളക്ക് വെക്കാനായിട്ട് വന്നത്, എന്നിട്ട് തിരിച്ചു വന്നത് നീ ഒറ്റയ്ക്കും, എനിക്ക് നിന്നെ സംശയം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര ആകെ ഭയപ്പെടുന്നുണ്ട്. എന്നെ സംശയിച്ചോ, ഇനി ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയുമെന്ന്. അവസാനം എല്ലാ തെറ്റും കുറ്റും എൻ്റെ തലയിൽ കൊണ്ട് ഇട്ടോ, എനിക്കിത് തന്നെ വേണം. എൻ്റെ സ്വന്തം മോളെ ഞാൻ ആ ഒരു വിളക്ക് വെക്കാൻ കൊണ്ടുപോകാതെ മറ്റുള്ളവരുടെ മകളെ കൊണ്ടുപോയതിനാണ് എനിക്ക് കിട്ടിയ ശിക്ഷ ഇതാണ്. ആ പരീക്ഷയിൽ പാസ്സായതല്ലേ, മാർക്ക് കിട്ടിയതല്ലേ, അവളുടെ ഭാവി നന്നായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ വിളക്ക് കത്തിച്ചത്. എന്നിട്ടിപ്പോൾ എനിക്കായി കുറ്റം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഡ്രാമ കളിക്കുന്നുണ്ട്. ഒരുപാട് നാടകം കളിച്ച് കരച്ചിലൊക്കെ അഭിനയിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ വിജയശങ്കർ, ഇല്ല, ഞാൻ നിന്നെ സംശയിച്ചതല്ല, എനിക്ക് ആ അർച്ചന എന്നെ ആശുപത്രിയിൽ വെച്ച് ആട്ടിപ്പായിച്ചപ്പോൾ എനിക്ക് വന്ന ദേഷ്യം ഞാൻ നിന്നോട് തീർത്താന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആ ചിന്നുവിനെ ഒന്ന് വിളിക്കുക, ആ അർച്ചന എന്തെങ്കിലും പറഞ്ഞു, നിങ്ങൾ ആശുപത്രിയിൽ പോയി അവളെ കാണാൻ പോയതൊന്നും ആ അർച്ചന എന്തായാലും ചിന്നുവിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അപ്പോൾ നമ്മളത് അറിയിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ മാറി നിന്ന് കേൾക്കുന്നുണ്ട് രുക്കു. എന്നിട്ട് താഴെ പോയി അവളുടെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, ഇത് ഈ പോക്ക് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. ഇവരുടെ ലക്ഷ്യം ആ അർച്ചനയുടെ കയ്യിൽ നിന്ന് ചിന്നുവിനെ വാങ്ങണം എന്നുള്ളതാണ്, അവരെയും തമ്മിൽ തെറ്റിക്കണം എന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. തെറ്റിച്ചോട്ടെ, അത് അവർ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള കാര്യമല്ലേ, അതിനെന്തിനാണ് നിനക്കെത്ര ഇതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ അർച്ചന ചേച്ചിക്ക് ആരാ ഉള്ളത്, ഏട്ടനിപ്പോൾ ഇവിടെ എല്ലാവരും ഇല്ലേ, 2 മക്കൾ ഏട്ടനില്ലേ, അർച്ചന ചേച്ചിക്ക് ആ ചിന്നു മാത്രമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്തും വിജയശങ്കറും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടെ സംസാരിക്കുന്നുണ്ട്. അവളെ തോൽപ്പിക്കണം, അർച്ചനയെ തോൽപ്പിക്കണം, അതിന് ചിന്നു എൻ്റെ കൂടെ വേണം, ചിന്നു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും, അവൾക്കെതിരെ ഞാൻ ആ ചിന്നുവിനെ കൊണ്ട് പറയിപ്പിക്കും, അവളുടെ സ്വപ്നം അത് ചിന്നുവാണ്, ആ സ്വപ്നം ഞാൻ തട്ടിത്തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വാശി നല്ലൊരു വാശിയിൽ തന്നെ വിജയശങ്കർ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ചന്ദ്രമതിക്ക് ഒരു പേടിയാവുന്നുണ്ട്. കാരണം അവളെ ഇങ്ങോട്ടും മറ്റും കൊണ്ടുവന്നാൽ എൻ്റെ മക്കളുടെ ജീവിതം, എൻ്റെ മക്കളുടെ ഭാവി, അയ്യോ എനിക്കത് പാരയാവുമോ എന്നൊക്കെയുള്ള രീതിയിൽ ആൾ ഭയപ്പെടുന്നുമുണ്ട്. പക്ഷേ വിജയശങ്കർ അർച്ചനയോട് കലി കാണിക്കുമ്പോൾ അത് ചന്ദ്രമതിക്ക് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രുക്കുവിനോട് അമ്മ പറയുന്നുണ്ട്, എന്തായാലും മോളെ, ഇത് അത്ര നല്ല രീതിക്ക് പോകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ആ അനന്തനും മുകുന്ദനും അതുപോലെ തന്നെ അച്ചും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അവരെന്തെങ്കിലും പണിയായിട്ട് പ്രതികാരത്തിനായിട്ട് വരും ചിന്നുവിനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ട് ചെന്ന് എത്തിച്ചതിനെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രുക്ക് പറയുന്നുണ്ട്, അവർ വരട്ടെ, നമുക്ക് കാണാം അവർ വന്ന് ഇവിടെ എന്താ കാണിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്.
പിന്നീട് രാത്രിയായിട്ടും അർച്ചന ഉറങ്ങാതിരിക്കുന്ന ചിന്നു വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഉറങ്ങാതിരിക്കുന്നത്, അമ്മ ഈ നേരത്തെ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് തന്നെ എന്തോ ഒന്ന് ആലോചിച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഞാനൊരു ആലോചനയിലാണ്, കാരണം നിൻ്റെ അമ്മാവന്മാർ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവർ ആ ചന്ദ്രകാന്തത്തിലേക്ക് പോവും പ്രതികാരത്തിനായിട്ട്, കയ്യാങ്കളി ആവും എനിക്ക് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഇല്ല അമ്മ, അവരൊരിക്കലും ഈ രാത്രി പോകാൻ കാര്യമില്ല, അവരൊക്കെ കിടന്ന് ഉറങ്ങി, ഇനി അമ്മയും വന്ന് ഉറങ്ങി, അവരിന്ന് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ റൂമിനകത്തേക്ക് പോയി നോക്കുന്നുണ്ട്. അവർ ഉറങ്ങുന്നത് കണ്ട് സമാധാനത്തോടെ ചിന്നും അർച്ചനയും കൂടെ വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ അർച്ചന ഉറങ്ങിയെന്ന് അറിഞ്ഞ സമയം നമ്മുടെ അനന്തനും മുകുന്ദനും അച്ചുവും എണീക്കുന്നുണ്ട്, ആ പ്രതികാരത്തിന് ഒരുങ്ങിക്കൊണ്ട് ആ രാത്രി തന്നെ ചന്ദ്രകാന്തത്തിലേക്ക് പോയിട്ട് അവർക്കുള്ള തിരിച്ചടി കൊടുക്കാനായിട്ട്.